സർ, രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ അംഗമായിരുന്ന കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള മണിശങ്കർ അയ്യർ ഇപ്പോൾ നെഹ്റു കുടുംബത്തെ, ഗാന്ധി കുടുംബം എന്ന് അവർ പറയുന്നു, നെഹ്റു കുടുംബമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ, നെഹ്റു കുടുംബത്തെ വാരി അലക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ചിൽപ്പിൽ എന്ന് പറയുന്ന യൂട്യൂബ് ഇൻ്റർവ്യൂ പരിപാടിക്കിടയിലാണ് അദ്ദേഹം വളരെ ഗൗരവമുള്ളതും എന്നാൽ രസകരമായതുമായ പല കാര്യങ്ങളും വെളിപ്പെടുത്തിയത്. ഇത് കേട്ടിട്ട് നമ്മൾക്കൊക്കെ ചിരി വരികയും ഒപ്പം അത്ഭുതം തോന്നുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് സർ കൂടുതൽ വിവരങ്ങൾ? ഈ ഹിന്ദി ഇൻ്റർവ്യൂ ആയിരുന്നു എങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഹിന്ദിയിൽ പോലും കേൾക്കാൻ രസകരമാണ്. വർദ്ധൻ പറഞ്ഞ ആ പ്രയോഗം അർത്ഥവത്താണ്. ഇതിലുടനീളം 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഇൻ്റർവ്യൂവിലുടനീളം അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തെ മൊത്തത്തിൽ വിലയിരുത്തുകയും കോൺഗ്രസ് നേതൃത്വത്തെയും അതിൻ്റെ ഇന്നത്തെ പ്രവർത്തനങ്ങളെയും പരാമർശിച്ച് കുറച്ച് രൂക്ഷമായ വിമർശനം നടത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ടത്ര ശോഭിക്കാൻ പറ്റാത്തത് എന്താണ്? അങ്ങ് അദ്ദേഹത്തിൻ്റെ ഒരു മെൻ്ററായിക്കൂടെ? ഇതാണ് ഇതിനുള്ള ഉത്തരവെന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. രാഹുൽ നിങ്ങളിപ്പോൾ കാണുന്ന തരത്തിലുള്ള പോരായ്മകളൊക്കെ ഉണ്ടാകാം, പക്ഷേ അദ്ദേഹം മാറിക്കോളും. അദ്ദേഹത്തിൻ്റെ മുൻഗാമികളുടെ കഥ, ആ കുടുംബത്തിൽ നിന്നുള്ളവരുടെ തന്നെ കഥ എടുത്തു നോക്കൂ. അദ്ദേഹത്തിൻ്റെ പിതാവ് രാജീവ് ഗാന്ധി ഞാനും ഒരേ ക്ലാസ്സിൽ കേംബ്രിഡ്ജിൽ പഠിച്ചതാണ്. ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അന്ന് കേംബ്രിഡ്ജിൽ ഒരു പരീക്ഷ അവിടുത്തെ ഫൈനൽ പരീക്ഷ ജയിക്കാൻ രാജീവിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അവിടെ തോറ്റുപോയി. കേംബ്രിഡ്ജിൻ്റെ ഒരു ചരിത്രം അനുസരിച്ച് അവിടെ തോൽക്കാനാണ് പ്രയാസം. അവിടെ ആർക്കും ഒരു ഫസ്റ്റ് ക്ലാസ് കിട്ടും. എന്നിരിക്കെ രാജീവ് തോറ്റു. കാരണം ആ യൂണിവേഴ്സിറ്റിക്ക് അവരുടെ വിദ്യാർത്ഥികൾ പരാജയപ്പെടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഒരു പഴുതുണ്ടെങ്കിൽ അവരെങ്ങനെയും വിദ്യാർത്ഥികളെ ജയിപ്പിക്കുകയാണ് പതിവ്. എന്നിട്ട് പോലും ആ ആനുകൂല്യം രാജീവിന് കിട്ടാത്ത തരത്തിൽ അദ്ദേഹം അട്ടർ ഫെയിലറായിരുന്നു. അത് അവിടെ നിന്ന് പരീക്ഷ പാസ്സാകാതെ അദ്ദേഹം ലണ്ടൻ ഇമ്പീരിയൽ കോളേജിലേക്ക് മാറി. അവിടെയും അദ്ദേഹത്തിന് ഫൈനൽ പരീക്ഷയിൽ ജയിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ 2 സ്ഥലത്തും 2 തവണയുള്ള പരീക്ഷണവും പരാജയപ്പെട്ടാണ് അദ്ദേഹം ഒരു ഗ്രാജുവേറ്റ് ആകാതെ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത്. അദ്ദേഹം എയർ ഇന്ത്യയിൽ പൈലറ്റായി. ഇത് ഒരു സക്സസ്ഫുൾ പൈലറ്റായിരുന്നു. പൈലറ്റ് എന്ന നിലയിൽ അദ്ദേഹം ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് അപ്രതീക്ഷിതമായി ലാൻഡ് ചെയ്തിട്ട് അദ്ദേഹം എക്സലൻറ്റ് പ്രൈം മിനിസ്റ്ററായി. ഇതാണ് അവരുടെ കഥ. അതുപോലെ രാഹുലിനും ഒരു നല്ല കാലം വരാം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്നിട്ട് അദ്ദേഹം ഇത് വിശദീകരിക്കുന്നു. ഇത് രാജീവിൻ്റെ കഥ ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മ ഇന്ദിരാഗാന്ധിയുടെ ചരിത്രം എന്താണ്? ഇന്ദിരാഗാന്ധി നെഹ്റുവിൻ്റെ പിന്നാലെ ഒരു മ്യൂട്ട് പാവയായിരുന്നു, ഒരു മ്യൂട്ട് ഡോളായിരുന്നു. അദ്ദേഹം അന്ന് അവരെ പലരും വിമർശിക്കുന്നത് ഈ ഒച്ചയില്ലാത്ത പാവക്കുട്ടി, ശബ്ദമില്ലാത്ത അങ്ങനെ വിമർശിക്കപ്പെട്ട ഇന്ദിരാഗാന്ധി രാഷ്ട്രീയത്തിൽ വന്നപ്പോഴോ ഒരു പുലിയായി മാറിയില്ലേ? അതുപോലെ രാഹുലിന് ഭാവിയുണ്ട് എന്നാണ് പുള്ളി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. രാഹുലിൻ്റെ അമ്മ സോണിയാഗാന്ധിയുടെ കഥ എടുക്കൂ. സോണിയാഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വരാൻ ലജ്ജിച്ച് നിന്നയാളാണ്. അവർ പൊതുരംഗത്തേക്കില്ല എന്ന്. ഈ രാഹുൽ ഗാന്ധി തന്നെ വേണ്ടമ്മേ വേണ്ട എന്ന് പറഞ്ഞു, ഇറങ്ങരുതെന്ന് പറഞ്ഞതാണ്. അതേസമയത്ത് ഒരു ചരിത്ര നിയോഗം പോലെ അവർ രാഷ്ട്രീയത്തിൽ വന്നു. വരാനൊരുങ്ങിയപ്പോൾ അവരുടെ വിദേശ പൗരത്വം വലിയൊരു ടാഗായി അവർക്കെതിരെ നിന്നു. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഒരു വിദേശ വനിത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി വരിക, അത് സ്വാതന്ത്ര്യാനന്തര കാലത്ത് അത് ചിന്തിക്കാൻ പറ്റില്ല. അനിബസിൻ്റെ ഒക്കെ ആയിട്ടുണ്ട്, പക്ഷേ അത് സ്വാതന്ത്ര്യ സമരകാലത്താണ്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനാണ് വിദേശികളുടെ സഹായം നമ്മൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉപയോഗിച്ചത്. മാത്രമല്ല ഹ്യൂം ആണ് കോൺഗ്രസ് സ്ഥാപിച്ചത്. അതേസമയത്ത് ഇന്ന് സ്വതന്ത്ര ഇന്ത്യയിലൊരു വിദേശ വനിത നയിക്കുന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് വരുന്നത് ഒട്ടും ഭൂഷണമല്ല. അങ്ങനെ ഇരിക്കെ അവർ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴോ അധികാരം കിട്ടിയപ്പോഴും ഇന്ത്യയിലെ 10 വർഷം അധികാരത്തിൻ്റെ താക്കോൽ സ്ഥാനം വഹിച്ചത് സോണിയാഗാന്ധിയാണ്. എത്ര ശ്രദ്ധേയമായിട്ടാണ് അന്ന് ആ ഭരണകൂടത്തെ കൊണ്ടുപോയത്.
ഇതാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൻ്റെ രത്ന ചുരുക്കം. ഇതിൽ നിന്ന് ഈ രാജീവ് ഗാന്ധിയുടെ പിന്നെ പരീക്ഷാ പരാജയത്തെക്കുറിച്ചുള്ള ഭാഗം വൈറലായി. അത് മാത്രം ആ ക്ലിപ്പിംഗ് എടുത്ത് നോർത്ത് ഇന്ത്യയിൽ അത് വൈറലായപ്പോൾ കോൺഗ്രസ്സിന് അതിരിക്കാൻ പറ്റാതെ വന്നു. കോൺഗ്രസ്സിൽ താരിഖ് അൻവറും റാവത്തും ഇതിന് അവർ വക്താക്കളെന്ന നിലയിൽ മറുപടി പറഞ്ഞു. അത് പറഞ്ഞ് മണിശങ്കർ അയ്യർ ഒരു ഇറലവൻറ്റ് പേഴ്സണാലിറ്റി, അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആണ്, അതിൻ്റെ നിരാശാവാദവും അദ്ദേഹത്തിൻ്റെ പ്രസക്തിയില്ലായ്മയുമാണ് അദ്ദേഹം ഇങ്ങനെ ഈ അഭിപ്രായത്തിലൂടെ പ്രകടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് അവർക്ക് രൂക്ഷമായിട്ട് ഇദ്ദേഹത്തെ തള്ളിപ്പറയേണ്ടതായ ഒരു സ്ഥിതി വന്നു. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി അതാണ്. അല്ല, ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഭരിച്ചിരുന്ന നമ്മൾ ഈ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുമല്ലോ, കുറച്ച് നല്ല ബുദ്ധിയുള്ള നല്ല ഒരു വിവരമുള്ള ആളുകളായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററൊക്കെ ആവുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പം പക്ഷേ പരീക്ഷയിൽ ഈ കേംബ്രിഡ്ജിൽ അങ്ങ് പറഞ്ഞതുപോലെ പരാജയപ്പെടാൻ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലത്ത് പോയി പരാജയപ്പെട്ട് കഴിവ് തെളിയിച്ച് വന്ന ഒരാൾ പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു നല്ല അല്ലെങ്കിൽ ഒരു പേരെടുത്ത പ്രധാനമന്ത്രിയായി മാറി എന്നുള്ളതാണ്. അതിൽ അയാൾ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, പേരെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ പേരെടുക്കാൻ, ഒരു പ്രധാനമന്ത്രിയെ പേരെടുക്കാൻ ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ വിവരത്തിനോ ഒന്നും വലിയ കാര്യമില്ല എന്നും കൂടി മണിശങ്കർ അയ്യർ പറയാതെ പറയുന്നുണ്ടല്ലേ? ആണ്. മണിശങ്കർ അയ്യർ IAS കാരനല്ലേ? അതെ അതെ. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ നിന്നാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പരീക്ഷ തോക്കുന്നതൊക്കെ വലിയ പ്രശ്നമായിട്ട് തോന്നാം. പക്ഷെ രാഷ്ട്രീയത്തിൽ വിജയിക്കുന്നത് ഈ പിന്നെ ഒരു പരീക്ഷയിൽ തോക്കുന്നതോ ജയിക്കുന്നതോ അല്ല രാഷ്ട്രീയത്തിൻ്റെ കഴിവിൻ്റെ ഉരകല്ല് എന്ന കാര്യമാണ് അദ്ദേഹം അനുഭവ സമ്പന്നൻ എന്ന നിലയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു അധികാരാവസരം കിട്ടിയാൽ അദ്ദേഹം ഷൈൻ ചെയ്യും എന്ന് പറയാനാണ് അദ്ദേഹം ഈ ഉദാഹരണങ്ങളെല്ലാം ബാക്ക്ഗ്രൗണ്ടെല്ലാം അവതരിപ്പിച്ചത്. പക്ഷെ അത് വെളുക്കാൻ തേച്ചത്. ഇപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം പരീക്ഷ ജയിക്കുന്നതും തോൽക്കുന്നതൊന്നും അല്ല വലിയ കാര്യം എന്ന് ഏറ്റെടുത്ത് അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്. പക്ഷേ ഞാൻ കരുതുന്നില്ല ഇത് മനഃപൂർവ്വം അല്ലാതെ അദ്ദേഹം ഒരു ടങ് ട്വിസ്റ്റിൽ പറഞ്ഞു പോയതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ കപിൽ സിബൽ, ശശി തരൂർ തുടങ്ങിയവരുടെ ഒരു പിൻഗാമിയായി കോൺഗ്രസ് നേതൃത്വത്തെ, കോൺഗ്രസിലെ ബിഗ് ഫാമിലിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ 23 പേർ സോണിയാഗാന്ധിക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ ചേരിതിരിഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, AICCയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ്. അതിൽ ശശി തരൂർ ഈ പറഞ്ഞ പേരുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സോണിയാഗാന്ധി അതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അവരിൽ പലർക്കും പിൽക്കാലത്ത് പാർട്ടിയിൽ വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടാതെ വന്നു. ഗത്യന്തരമില്ലാതെ ശശി തരൂരിനെ വർക്കിംഗ് കമ്മിറ്റിയിലെടുത്തെങ്കിലും കഴിഞ്ഞ പാർലമെൻറ്റിലെ ആ ബഡ്ജറ്റ് ചർച്ചയിലൊരു പ്രസംഗാവസരം പോലും നിഷേധിക്കപ്പെട്ടു. അപ്പോഴാണല്ലോ അദ്ദേഹം ചൊടിച്ച് രംഗത്ത് വന്നത്. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കാര്യപ്പെട്ട ഒരു വിമർശകനാണ് എന്ന് മാത്രമല്ല, മോഡിയിൽ അദ്ദേഹം നന്മ കാണുന്നു. മോഡിയുടെ വിദേശ നയവും പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ടുള്ള കൂടി ട്രംപുമായിട്ടുള്ള സംഭാഷണം വിജയകരമായിരുന്നു എന്ന് പറയുന്നു. കേരളത്തിലെ കോൺഗ്രസ് മുച്ചൂടും എതിർക്കുന്ന CPMൻ്റെ ഭരണത്തിൽ അതിൻ്റെ വ്യവസായ നയത്തെ അദ്ദേഹം അനുകൂലിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ കോൺഗ്രസ് അവരുടെ പ്രചരണ രംഗത്ത് അങ്കലാപ്പിലാകുന്നു നേതാക്കളുടെ ഈ സംഭാഷണം. ഇപ്പോൾ ഏറ്റവും അവസാനം മണിശങ്കർ അയ്യരുടെ മണിമുഴക്കമാണ്. എന്തായാലും മണികൾ മുഴങ്ങട്ടെ. ഇതിൻ്റെ ഒരു പ്രതിഫലനം എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.